ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. ഇന്നത്തെ ഋഷിപ്രോക്തത്തിലെ ജ്യോതിഷ പരമ്പരയിലേക്ക് സ്വാഗതം. ഗ്രഹഗതികൾ മനുഷ്യ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു, നമ്മുടെ ഭാവിയെ മുൻകൂട്ടി മനസ്സിലാക്കി ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം, ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് അതാണ്. കഴിഞ്ഞ ദിവസം ചിങ്ങം രാശിക്കാരുടെ 3 വർഷത്തെ വരാൻ പോകുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് മറ്റ് രാശിക്കാരെയും നാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് കർക്കിടകക്കൂറുകാർക്ക് 2026, 27, 28 എന്നീ വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കും, എങ്ങനെ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലേക്കാണ് കടക്കുന്നത്. കർക്കിടകക്കൂറുകാരുടെ കരിയർ, ധനം, കുടുംബം, വിവാഹം, വിദേശയാത്ര, ഭാഗ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ അറിയാം. വീഡിയോ പൂർണ്ണമായി കാണുക. 2028 വരെ കർക്കിടകക്കൂറുകാരെ കാത്തിരിക്കുന്ന എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കർക്കിടകക്കൂറുകാരെ കാത്തിരിക്കുന്നത് 2028 വരെയുള്ള വിജയത്തിന്റെ കാലം തന്നെയാണ്. ആദ്യം നമുക്ക് കർക്കിടക രാശിയുടെ പൊതുഗുണങ്ങളും അനുകൂല ഫലങ്ങളും അനുഗ്രഹങ്ങളും ഒന്ന് പരിശോധിക്കാം. കർക്കിടക രാശിക്കാർ ചന്ദ്രന്റെ ആധിപത്യമുള്ള രാശിക്കാരാണ്. കർക്കിടക രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം, കരുതൽ, മനസ്സിന്റെ ആഴം എന്നിവയുടെ പ്രതീകമാണ്. ഇവർ സാധാരണയായി ഹൃദയശുദ്ധിയുള്ളവരും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ്. പൊതുവെ ഇവർ കുടുംബസ്നേഹികളാണ്. കുടുംബത്തിനായി ഇവർ എന്തും ത്യജിക്കാൻ തയ്യാറാകും. ഇവർ പൊതുവെ കരുതലുള്ളവരാണ്. മറ്റുള്ളവരുടെ ദുഃഖം ഇവർ വേഗം മനസ്സിലാക്കും. ഇവർ വികാര ബുദ്ധിയുള്ളവരാണ്. ഹൃദയം കൊണ്ടാണ് പല കാര്യങ്ങളെയും ഇവർ സമീപിക്കുക. ഇവർ വിശ്വസ്തരാണ്. ഒരാളെ വിശ്വസിച്ചാൽ ഇവർ കൂടെ പൂർണ്ണമായി ഉണ്ടാകും. ഇവരുടെ സംരക്ഷണ മനോഭാവവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്വന്തം ആളുകളെ ഇവർ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കും. ഇവരുടെ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയും പ്രത്യേകതയാണ്. കല, എഴുത്ത്, സംഗീതം എന്നിവയിലൊക്കെ ഇവർ കഴിവ് കാണിക്കും. ഇവർ പൊതുവെ ധൈര്യമുള്ളവരാണ്. പുറത്തേക്ക് ശാന്തരാണെങ്കിലും ഉള്ളിൽ വളരെയേറെ ശക്തരാണ് ഇവർ. ഇവരുടെ ധനകാര്യ ബോധവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഭാവിയെ കരുതി സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. കർക്കിടകക്കൂറുകാർക്ക് സാധാരണ ലഭിക്കാറുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുടുംബസുഖവും വീട്ടിലെ ഐശ്വര്യവും, വീട്, ഭൂമി, വാഹനം എന്നിവ നേടാനുള്ള യോഗം, വിദേശയാത്ര, വിദേശ ബന്ധങ്ങൾ വഴി നേട്ടം, ഹോട്ടൽ, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലൊക്കെ വിജയം കൈവരിക്കുക, സമൂഹത്തിൽ നല്ല പേര് ലഭിക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം ഇവർക്ക് കൂടുതലായിരിക്കും. നല്ല ദാമ്പത്യ സുഖവും സന്താന ഭാഗ്യവും ഉണ്ടാകും. ആത്മീയതയിലേക്ക് ഇവർക്ക് സ്വാഭാവികമായി ഒരു ആകർഷണത്വവും ഉണ്ടാകും. അങ്ങനെ ഇവരുടെ ചെറിയ ദൗർബല്യങ്ങളെ കൂടി പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അമിതമായിട്ടുള്ള വികാരപരത ഉണ്ടാകാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കാം. പഴയ ഓർമ്മകളിൽ കുടുങ്ങി നിൽക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നെഗറ്റീവാണ്. കൂടാതെ വിശ്വസിച്ചവരാൽ വേദനിക്കപ്പെടുക, ഇത്തരം നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായേക്കാമെങ്കിലും മനസ്സ് വെച്ച് മുന്നേറിയാൽ ഇവർ ഉന്നതങ്ങളിൽ എത്തുന്നതാണ്. കർക്കിടക രാശിക്കാർ പുറമേ സൗമ്യരാണ് എന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ അതിശക്തമായി കരുണയും മനോബലവും നിറഞ്ഞവരായിരിക്കും. അതുകൂടാതെ അവർ കുടുംബത്തെയും ജീവിതത്തെയും സ്വർണം പോലെ തേച്ചു മിനുക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാരുടെ, കർക്കിടകക്കൂറുകാരുടെ 3 വർഷത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഇത് കർക്കിടകക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ ലഗ്നം കർക്കിടകമാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഫലങ്ങളൊക്കെ വരാം. ലഗ്നവും ചന്ദ്രാലുള്ള കൂറടിസ്ഥാനത്തിലുള്ള ഫലങ്ങളും ഒരുപോലെ വരുമ്പോഴാണ് കൂടുതലായി ഈ ഫലങ്ങൾ ഫലിക്കുക. ലഗ്നം ഇതിന് വിപരീതമായാൽ ഈ ഫലങ്ങൾക്ക് കുറവുണ്ടാകാം. എന്നാൽ ലഗ്നം അനുകൂലമായാൽ ഈ ഫലങ്ങൾക്ക് കൂടുതലായി വർധനവും ഉണ്ടാകാം. കൂടാതെ ദശാകാലത്തെ കൂടി അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമോ എന്ന് തീരുമാനിക്കാൻ. ആ ഒരു ചിന്തയോടുകൂടി വേണം ഈ വീഡിയോയെ കാണാൻ. നമുക്ക് യഥാർത്ഥ വിഷയത്തിലേക്ക് നന്നായി ഒന്ന് ചിന്തിക്കാം. ഈ കാലഘട്ടത്തിലെ പ്രധാന രാശി മാറ്റങ്ങളെ ആദ്യം ഒന്ന് നോക്കണം. ഗ്രഹമാറ്റങ്ങളെ ഒന്ന് പരിശോധിക്കാം. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതലായി സ്വാധീനിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾ ചെറിയ കാലയളവിലാണ്. അത് നമ്മൾ മാസഫലത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഇപ്പോൾ ഫലങ്ങൾ പറയുന്നത്. വ്യാഴം 12 മാസത്തിൽ ഒരിക്കൽ, അതായത് ഒരു വർഷത്തിൽ ഒന്നാണ് രാശി മാറുക. വ്യാഴത്തിലൂടെ കർക്കിടകക്കൂറുകാർക്ക് ഭാഗ്യം, ധനം, കുട്ടികൾ, വിവാഹം എന്നിവയൊക്കെ ലഭിക്കുന്നതിന് സഹായകരമാകുന്നു. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക. കർമ്മഫലം, ജോലി, സ്ഥിരത എന്നിവയൊക്കെ നൽകുന്നു. രാഹുകേതുക്കൾ ഏകദേശം 1.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക. അപ്രതീക്ഷിത മാറ്റങ്ങൾ, വിദേശയോഗം, രഹസ്യ നേട്ടങ്ങൾ എന്നിവയൊക്കെ ഈ കാലയളവിൽ നൽകുന്നു. മെയ് മാസം വരെയുള്ള
വരെയുള്ള കാലഘട്ടം കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയാണ്. വ്യാഴം 12-ലാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. വിസ, വിദേശയോഗം എന്നീ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടാം. മനസ്സിൽ ആശങ്കയും ഉണ്ടാകുന്നതാണ്. എന്നാൽ 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം രാശി മാറി കർക്കിടകം രാശിയിലേക്ക് തന്നെ എത്തുകയാണ്. അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വ്യാഴം ഉച്ചക്ഷേത്രമായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് എത്തുന്നതോടുകൂടി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. അവസരങ്ങളൊക്കെ തുറന്നു ലഭിക്കുന്നതാണ്. ഭാഗ്യത്തിന് വർധന ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഒക്ടോബർ 31-ാം തീയതി വീണ്ടും വ്യാഴം ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം ധനവരവ് അധികമാകും. തൊഴിലിൽ ഉയർച്ച ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ കളിയാടുന്നതാണ്. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് 2026 രാഹു പ്രതികൂലത്തിലാണ് എന്നതൊരു പോരായ്മയാണ്. എന്നിരുന്നാലും വ്യാഴം ജൂൺ 2-ാം തീയതി ജന്മരാശിയിലേക്ക് എത്തുന്നതോടുകൂടി അതിന് വളരെ ശമനം ഉണ്ടാകുന്നതാണ്. ഡിസംബറിലാണ് രാഹു മകരം രാശിയിലേക്ക് മാറുക. അതുവരെ നിത്യവും ഓം രാം രാഹവേ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. ഒരു ദിവസം അത് 21 പ്രാവശ്യം വീതം ജപിക്കുക. രാഹുവിന്റെ ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. 2026 പൊതുവെ പറഞ്ഞാൽ ജൂൺ 2-ന് ശേഷം വളരെയേറെ അനുകൂല സമയമാണ്. ജൂൺ 2 വരെയുള്ള സമയം വളരെ മോശമാണ് എന്നർത്ഥം. ഇനി നമുക്ക് 2027-ലെ ഫലത്തെ ഒന്ന് ചിന്തിക്കാം. 2027 കർക്കിടകക്കൂറുകാരുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ആദ്യം നമുക്ക് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലത്തെ ഒന്ന് നോക്കാം. ഇക്കാലത്ത് ജോലിയിൽ ഉയർച്ച, ബിസിനസ്സിൽ വളർച്ച, വിദേശ അവസരങ്ങൾ, പുതിയ ബന്ധങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതാണ്. ജൂൺ 3-ാം തീയതി ശനി മേടം രാശിയിലേക്ക് എത്തുകയാണ്. ഇത് തൊഴിൽപരമായി വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കും. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 10-ാം ഭാവമാണ് മേടം രാശി. കണ്ടകശനി ആണെങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം സ്ഥാനക്കയറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുന്നതാണ്. നവംബർ മാസത്തിൽ വ്യാഴം കന്നി രാശിയിലേക്ക് മാറുകയാണ്. ആ സമയം ചില കാര്യങ്ങളൊക്കെ വൈകിപ്പോയേക്കാം, ഫലങ്ങൾ വൈകാം, ചില തീരുമാനങ്ങളിലൊക്കെ ആശയക്കുഴപ്പവും ഉണ്ടായേക്കാം. പരിഹാരമായി ഓം ബ്രം ബൃഹസ്പതയെ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. 2027 പൊതുവെ കർക്കിടകക്കൂറുകാരുടെ ഉയർച്ചയുടെ ഗംഭീര വർഷമാണ് എന്ന് പറഞ്ഞു. അതിൽ അല്പമെങ്കിലും മോശമായിട്ടുള്ള മാസങ്ങൾ നവംബർ ഡിസംബർ മാസങ്ങളാണ്. വ്യാഴപ്രീതി വരുത്തുക. ഇനി നമുക്ക് 2028 കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. 2028 എന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഗോൾഡൻ ഇയർ എന്ന് പറയാവുന്ന ഒരു വർഷമാണ്. ഈ 3 വർഷങ്ങളിലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള വർഷം തന്നെയാണ് 2028. 2028 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹയോഗം, വീട് വാങ്ങൽ, വലിയ നല്ല തൊഴിലിന് അവസരം, ബിസിനസ്സിൽ നേട്ടം, ധനപരമായി കുത്തനെയുള്ള ഉയർച്ച എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. ജൂൺ ജൂലൈ മാസങ്ങളെ സംബന്ധിച്ച് പൊതുവെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ടേണിംഗ് പോയിന്റ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഏറെ നാളായി കർക്കിടകക്കൂറുകാർ കാത്തിരുന്ന മഹാവിജയം കരസ്ഥമാകുന്ന സമയമാണ്. കോടതി കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാം. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം, കടബാധ്യതകളിൽ നിന്നുള്ള മോചനം, കുടുംബത്തിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ. ജൂലൈ അവസാനത്തോടുകൂടി ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം, എന്നാൽ നേടിയ വിജയങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ്. എന്നിരുന്നാലും 2028 ബാക്കിയുള്ള സമയം വളരെയേറെ മെച്ചപ്പെട്ട സമയമാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ഇയർ എന്ന് തന്നെ പറഞ്ഞത്. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 എന്നുള്ളത് തുടക്കത്തിൽ വെല്ലുവിളിയും ശേഷം ഭാഗ്യവും നൽകുന്ന വർഷമാണ്. 2027 ആകട്ടെ സ്ഥിരതയും ഉയർച്ചയും നൽകുന്ന വർഷമാണ്. 2028 വലിയ വിജയങ്ങളും ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതുമായിട്ടുള്ള വർഷമാണ്. ഇത് പൊതുവായ രാശിഫലമാണ് എന്ന് പറഞ്ഞു. ജന്മനക്ഷത്രം, ലഗ്നം, ദശാഭുക്തി, ഭിന്നാഷ്ടവർഗം എന്നീ കാര്യങ്ങളെ കൂടി പരിശോധിച്ചിട്ട് വേണം പൂർണ്ണമായിട്ടുള്ള ഫലത്തിലേക്ക് എത്താൻ. ഇവയെല്ലാം അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റമുണ്ടാകും. പ്രിയപ്പെട്ട കർക്കിടകം രാശിക്കാരെ, മുന്നിലുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് വളരെ ശക്തമായവയാണ്. ഗ്രഹദോഷങ്ങൾ അകറ്റാനായി പരിഹാരങ്ങൾ ചെയ്യുക. അവസരങ്ങൾ വരുമ്പോൾ കൈവിടാതിരിക്കുക, പരിശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ അറിവ് മറ്റുള്ളവർക്കും ലഭിക്കാനായി ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഋഷിപ്രോക്തം ഒന്ന് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ജ്യോതിഷപരമായിട്ടുള്ള നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.